ബോൾട്ടിന്റെ ദ ബെസ്റ്റ് സെല്ലിംഗ് TWS എന്ന് ബോൾട്ടിന് അവകാശപ്പെടുന്ന ഒരു സീരീസ് ആണ് Z40 സീരീസ്. അതിൽ C40 Pro, C40 Ultra, C40 ഗെയിമിംഗ് ഇതൊക്കെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ C40 ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വന്നത് 1299 രൂപ നോർമൽ റേറ്റിൽ വന്നിട്ട് 999 രൂപ ഓഫർ സമയങ്ങളിൽ കാണാൻ സാധിക്കുന്ന C40 നമ്മൾ വാങ്ങിച്ചാൽ വദ്ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷത എന്നാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ശേഷം ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Z40. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ Z40 Pro. അതിൽ വേറൊരു സംശയമില്ല. എന്നാലും ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരുന്നല്ലോ നമ്മുടെ C40 Pro എന്ന് പറയുന്നത്. എന്നാൽ C40 Proയിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ഓവറോൾ ഒരു റബ്ബറൈസ്ഡ് എന്താ പറയുക ഒരു ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ്. അത്രേ ഉള്ളൂ ആകെയുള്ള ഒരു ഡിഫറൻസ്. ബോൾട്ട് ഓഡിയോയുടെ ലോഗോ ഉണ്ട്, കൂടാതെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. ഏറ്റവും അടിയിൽ ഒരു Type-C പോർട്ടും കാണാൻ സാധിക്കും. 550 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഒരു കേസിനുള്ള. അതുകൊണ്ട് തന്നെ അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ Type-C ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. 5V ആണ് കേട്ടോ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും അതിനകത്ത് 5V2A ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് വെച്ച് ചാർജ് ചെയ്യാം. നമുക്ക് അത് വെച്ച് ചാർജ് ചെയ്യാം. കാരണം ഇത് Type-C ആയതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ആ ഒരു ലിഡിന്റെ ക്വാളിറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കേട്ടോ. പക്ഷേ എനിക്ക് C40 Proയിലാണ് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഇതിനേക്കാളും ഫീൽ ചെയ്തത്. എന്നാൽ പോലും ഇവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ, പ്രത്യേകിച്ച് 999 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി ഇല്ല. അതായത് നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവത്തില്ല. നമ്മൾ ഈ ഇയർബഡുകൾ ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ റീകണക്ട് ആവത്തുള്ളൂ. പിന്നെ ആ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടി 5.3 ആണ്. സോ ക്വിക്ലി തന്നെ നമ്മുടെ ആ ഒരു ഡിവൈസിലേക്ക് കണക്ട് ആവുന്നുണ്ട്. നമ്മുടെ ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 10mm ബൂമെക്സ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. കൂടാതെ പിറക് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ബോൾട്ടിന്റെ ലോഗോ ഉണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ടച്ച് സെൻസേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. 40 mAh ആണ് ഓരോ ഇയർബഡുകളിലുള്ള ബാറ്ററി കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ കമ്പനി എവിടെയും സിംഗിൾ പ്ലേ ടൈം കൊടുത്തില്ലെങ്കിൽ പോലും ഒരു 6 to 8 hours നമുക്ക് പ്ലേ ടൈം കിട്ടും. നമ്മളൊരു 60 to 70% ആ ഒരു വോളിയം ലെവലിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കേട്ടാ. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിന്റെ ചെവിയിൽ ആയിട്ടുണ്ട്. നല്ല രീതിക്ക് ആ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാളുടെ മിണ്ടുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് പെട്ടെന്ന് അങ്ങോട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കൂടാതെ നമുക്ക് എന്താ പറയുക ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജോഗിങ്ങിനെ പോകുമ്പോഴത്തേക്ക് വെച്ചുകൊണ്ട് പോയാലും ഇതങ്ങോട്ട് ഊരിപ്പോകോ എന്നുള്ള ഡിസ്കംഫർട്ട് പോലും കിട്ടത്തില്ല കേട്ടോ. പിന്നെ IPX5 ആ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലാണെങ്കിലും ഇനി അതല്ല ജിമ്മിൽ നല്ല രീതിക്ക് ഹെവി വർക്കൗട്ട് ചെയ്താൽ പോലും അതായത് ഒരു സ്വെറ്റ് പ്രൂഫ് ആണ് ഈ സാധനം. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മൾ കടലിലൊക്കെ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുന്നെങ്കിൽ, പ്രത്യേകിച്ച് കടലിലൊക്കെ പോകുന്നെങ്കിൽ ഇത് വെച്ചുകൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വെള്ളത്തിൽ എന്തെങ്കിലും വന്നിട്ട് പണി കിട്ടി കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് C40 ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോറിൽ. ഇതിനകത്ത് ഡ്യുവൽ മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് ഒരൊറ്റ മൈക്ക് വിതേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. കൂടാതെ എനിക്ക് ഇതിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോൾബി ഓൺ ആക്കിയിട്ട് പാട്ട് കേട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സുഖം തോന്നിയില്ല. എന്നാൽ ഞാൻ ആ ഡോൾബി ഓഫ് ആക്കിയിട്ട് കേട്ടപ്പോഴത്തേക്ക് നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടും വന്നു. അതേപോലെ തന്നെ ബേസ് നല്ല ഡോമിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബൂസ്റ്റഡ് ആയിട്ട് കിട്ടി. ആ ഒരു ബൂമെക്സ് ഡ്രൈവർ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ബൂമെക്സ് ഡ്രൈവറിന്റെ ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് തോന്നുന്നു മാക്സിമം കിട്ടണമെങ്കിൽ ഡോൾബി നമ്മൾ ഓഫ് ചെയ്യണം. സോ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല റിച്ച് ഒരു ബേസ് ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുക. സോ ബേസ് ലെവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് 999 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ. ഇതിനകത്ത് കോമ്പാക്ട് മോഡ് ഉണ്ടെന്ന് പറയണേ, പക്ഷേ എവിടെയും ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. പക്ഷേ SBCയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഈ PUBGയിലേക്ക് വന്നത്. സോ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫയർ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. ഒരു പൊടിക്ക് ഡിലേ എന്തായാലും അനുഭവപ്പെടുന്നുണ്ടല്ലേ. ഞാൻ പിന്നെ പറയണത് ഇതിനകത്ത് ഇവർ കോമ്പാക്ട് മോഡ് ഉണ്ടെന്ന് പറയുന്നെങ്കിലും സത്യം പറഞ്ഞാൽ എത്ര MS എന്ന് എവിടെയും തന്നെ റിവീൽ ചെയ്തിട്ടില്ല. അതിനർത്ഥം തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ആളുകളെ പറ്റിക്കുന്ന ഒരു രീതി ആയിരിക്കാം. മേ ബി ഇതിനകത്ത് ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർ ടച്ച് കൺട്രോളിൽ കൊണ്ടുവന്നില്ല. നമുക്ക് പൊതുവെ ടാപ്പ് ആൻഡ് ഹോൾഡ് അല്ലെങ്കിൽ ക്വാഡ് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗെയിം മോഡൊക്കെ ഓൺ ആവുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് മോഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഓൾറെഡി എന്തായാലും Z40 Proയിലുണ്ട്. എന്നാൽ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സ് ആണെങ്കിൽ നിങ്ങളിത് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ
നല്ല രീതിക്ക് ഡിസപ്പോയിന്റഡ് ആവും. ഈവൻ നമ്മളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ പോലും ചെറിയ പൊട്ടിക്കൊരു ഡിലേ എനിക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നോർമലി ഗെയിം മോഡ് ഇട്ട് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫാർ ബെറ്റർ ആയിട്ട് കളിക്കാം. ഇവിടെ ഞാൻ SBC കോഡൊക്കെ ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ ആ ഒരു ഗെയിം മോഡിലേക്ക് ആ ഒരു ഗെയിം കളിച്ച് നോക്കിയത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ടാണ്, അതായത് ഒരു ബ്ലൂടൂത്ത് വെർഷൻ 5.3ന്റെ മാക്സിമം ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു C40നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വന്നത്. 1290 രൂപ നോർമൽ റേറ്റ്. ഇനി അതല്ല 990 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും 1000 രൂപയ്ക്ക് ബോൾട്ടിന്റെ ഒരു പ്രോഡക്റ്റ് വേണം. മ്യൂസിക് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് എന്താ പറയുക, നല്ല ബൂസ്റ്റഡ് ആയിട്ടുള്ള ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് വേണമെങ്കിൽ ഉറപ്പായിട്ടും Z40 മേടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കൂടാതെ നിങ്ങൾ മൈക്ക് ക്വാളിറ്റി കേട്ട് കഴിഞ്ഞല്ലോ അതും ഒക്കെ ഓക്കെ ആണെങ്കിൽ മേടിക്കാം. വെയറിംഗ് കംഫർട്ട് നല്ല പക്കയാണ്. എന്നാൽ ഗെയിം കളിക്കാനാണെങ്കിൽ ഞാനിത് മേടിക്കേണ്ട, ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ Z40 Pro ഉണ്ടല്ലോ അതിലേക്ക് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഓഫർ സമയങ്ങളിൽ 1290 രൂപ, അതായത് C40യുടെ നോർമൽ റേറ്റിൽ നമുക്ക് ഓഫർ സമയങ്ങളിൽ അത് മേടിക്കാൻ പറ്റും. എന്നാൽ 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ ബോൾട്ടിന്റെ തന്നെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു C40 വാങ്ങിക്കാം. ഇനി അതല്ല മറ്റൊരു ഓപ്ഷൻ വന്നത് ഞാൻ ഓൾറെഡി എല്ലാ ഓഫർ വീഡിയോകളിലും പറയാറുള്ളതാണ്, W40. അതും നല്ലൊരു ഓപ്ഷനാണ്. സോ W40 ആണോ C40 ആണോ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് W40 ആണ്. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ സജഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഉറപ്പായിട്ടും ഇനി ഈ ഒരു C40 സീരീസിലുള്ള C40 Pro, C40 Ultra, C40 ഗെയിമിംഗ് ഈ 4 പ്രോഡക്റ്റുകളുടെയും ഒരു കമ്പാരിസൺ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ കാണുവേ. ഞാൻ ആക്ച്വലി അതൊന്നും വെയിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, കാരണം ഈ ഒരു C40 കൂടെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതും കൂടി യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും ഇനി അടുത്ത് തന്നെ നിങ്ങൾ ഈ 4 പ്രോഡക്റ്റുകളുടെ ആ ഒരു കമ്പാരിസൺ കാണുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.